ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഒരു മറുപടി പ്രസംഗം കൊണ്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. ഇവിടെ പുതിയ ബോർഡിൽ എന്നിലും ആദരണീയനായ അംഗത്തിൻ്റെ പേരും നിങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ഈ സ്നേഹ വിശ്വാസങ്ങൾക്ക് ആദ്യമേ ഞങ്ങൾ നന്ദി പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ പുതിയ ബോർഡ് നിലവിൽ വരുന്നത് എന്ന് ഏവർക്കും അറിയാം. കേരളം മുഴുവൻ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നതും ഇന്ന് ദേവസ്വം ബോർഡിനെ കുറിച്ചാണ്. ഈ സന്ദർഭത്തിൽ അധികാരമേൽക്കുന്ന ഒരു ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, ബോർഡിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം, പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യമല്ല. കാരണം ഇതൊരു കാലം കൽപ്പിച്ചു തന്ന ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ്. ഈ ഭരണസമിതി അധികാരം വിട്ട് ഇറങ്ങുമ്പോഴും ഈ ഏൽപ്പിച്ച ദൌത്യങ്ങൾ പൂർണ്ണമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്ന വണ്ണം തന്നെ ഒരുപക്ഷെ കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എബ്രഹാം ലിങ്കന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, നമ്മളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ജനാധിപത്യത്തെ പറ്റിയുള്ള ഒരു നിർവചനമുണ്ടല്ലോ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന നിർവചനം. എല്ലാവരും ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് ഒരു ചെറിയ ഭേദഗതിയോടുകൂടി വിശ്വാസിക്ക് വേണ്ടി ഫോർ ദി ഡിവോട്ടി, ബൈ ദ ഡിവോട്ടി, ഓഫ് ദ ഡിവോട്ടി എന്ന തരത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭക്തജനങ്ങളെ, വിശ്വാസികളെ കേന്ദ്രിതമാക്കിക്കൊണ്ട്, കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ രൂപാന്തരപ്പെടുത്തുവാനും ഭഗവാന്റെ കാരുണ്യം ആവോളമുണ്ടാകട്ടെ, നിങ്ങളുടെ സ്നേഹം ആവോളമുണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി നിറഞ്ഞ മനസ്സോടെ, ചാരിതാർത്ഥ്യത്തോടെ, ഏറെ വിനയത്തോടെ ഏറ്റെടുക്കാൻ നിങ്ങളെന്നെ അനുവദിക്കുക. നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.